അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ്, മണ്ണാറക്കാട്, കേരള. ഹജ്ജ് കൊണ്ട് എന്താണ് ആത്മീയമായും ശാസ്ത്രീയമായും അള്ളാഹു ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സർവശക്തനായ ആ പ്രപഞ്ചനാഥൻ തൻ്റെ അടിമകളെ വർഷത്തിൽ ഒരു പ്രാവശ്യം ആ പ്രവാചകന്മാരുടെ പരമ്പരകൾ വന്നുപോയ ആ മണ്ണിലേക്ക് നമ്മെ ക്ഷണിക്കുകയും ആ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മോട് ചില വാഗ്ദാനങ്ങൾ നടത്തുകയുമുണ്ടായി. ആ വാഗ്ദാനങ്ങളുടെ അവസാന വാക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അറഫാ ദിനം അഥവാ ജുമുഅ ദിനം ആ അറഫ മൈതാനത്തുള്ള മുസ്ലിം സമൂഹത്തോട് ചെയ്തത്. ഞാനും എൻ്റെ സഹാബത്തും അഥവാ പ്രവാചകന്മാരോടൊപ്പം മുഹമ്മദ് നബിയോടൊപ്പം ജീവിച്ച ആളുകളെയാണ് സഹാബികൾ അഥവാ അനുചരന്മാർ എന്ന് പറയുന്നത്. അവരും അതിനുശേഷം വന്ന 2 തലമുറകൾ അഥവാ താബിഈങ്ങൾ. അവർ 3 പേരും എന്താണോ പ്രവർത്തിച്ചത്, എന്താണോ പറഞ്ഞത്, അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം അംഗീകരിക്കപ്പെടേണ്ടത്. പിന്നീട് വന്നവർ അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ അത് ഇസ്ലാമല്ല, അത് മുസ്ലിമല്ല, അത് ഖുർആനിലില്ല, അത് അള്ളാഹുവിൻ്റെ വചനങ്ങളല്ല, പ്രവാചകൻ്റെ വചനങ്ങളല്ല എന്ന ആ സന്ദേശം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം സഹായം ചോദിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുകയും എന്നെ നീ നേരായ മാർഗത്തിലൂടെ നയിക്കുകയും അക്രമത്തിൻ്റെ പാതയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യണമേ എന്ന നാം 5 നേരം പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അഥവാ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സാഷ്ടാംഗം ചെയ്യപ്പെടുമ്പോൾ അതിലുള്ള 5 നേരവും നാം നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരത്തിൻ്റെ പ്രധാന ഘടകമാണ് ഫാത്തിഹ. ആ ഫാത്തിഹയിലൂടെ ആ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ ഖുർആനിൻ്റെ ഹാർട്ടായ ആ ഫാത്തിഹ സൂറത്ത്, ആ സൂറത്തിലൂടെ നമ്മോട് അതിൻ്റെ പൾസായ അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയസ്പന്ദനമായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവജാലത്തിൻ്റെ ഹൃദയമിടിപ്പ് അഥവാ പൾസ്. അത് നിലനിർത്തപ്പെടേണ്ടത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധിത ബാധ്യതയാണ്. അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ആ ശരീരം നിൽക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നിലക്കുന്നത് പോലെ, അല്ലെങ്കിൽ മരിച്ചതിന് തുല്യമാണ് അവൻ്റെ ആരാധനയും പ്രാർത്ഥനയുമെന്ന സന്ദേശം നിങ്ങളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് വിപരീതമായി ആര് പ്രവർത്തിച്ചാലും അവരുടെ പേരെന്തായാലും, അവരുടെ രാജ്യമെന്തായാലും, അവരുടെ സംസ്കാരം എന്തായാലും, അവരുടെ മതം എന്തായാലും അത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ മുസ്ലിങ്ങളിൽ പെടുകയില്ല, വിശ്വാസികളിൽ പെടുകയില്ല. യാ അയ്യുഹൽ മുസ്ലിമൂന വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ അതേപോലെ മറ്റ് വിശ്വാസികളെ എന്ന് ഖുർആനിൽ പറയാനുണ്ടായ കാരണം മറ്റ് എല്ലാ വിശ്വാസികളെയും മുഅ്മിൻ എന്ന ഘടകത്തിൽ അള്ളാഹു പെടുത്തിയത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട്
മക്കയിലായാലും മദീനയിലായാലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലായാലും മുസ്ലിം മതപണ്ഡിതന്മാർ, പുരോഹിതന്മാർ നിർബന്ധമായും യഹൂദുകളെയും നസാറകളെയും നശിപ്പിക്കണേ, അല്ലെങ്കിൽ അത്തരം കാഫിറുകളെ നീ സമൂഹത്തിൽ ഞങ്ങളെ അവരിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നും അവരെ ശത്രുവായി കണ്ടതിൻ്റെ പ്രതിഫലനമാണ് ലോകത്ത് മുസ്ലിം സമൂഹം ഇന്ന് അനുവർത്തിച്ചു പോരുന്ന, അല്ലെങ്കിൽ ഇന്ന് അനുഭവിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ സ്വയമായും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും നമ്മുടെ രക്തവും നമ്മുടെ മാംസവും നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും എല്ലാവിധ വിജ്ഞാനങ്ങളും ശാസ്ത്രലോകത്തെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് മുസ്ലിം സമൂഹം പിന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മുസ്ലിം പണ്ഡിത വിഭാഗം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ മതം സമാധാനത്തിൻ്റെ മതമാണ്. ഇസ്ലാം എന്ന സന്ദേശം സിൽം എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്, അഥവാ സമാധാനമാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നീ നിൻ്റെ അയൽവാസി നിൻ്റെ ശത്രുവാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, അവർ വിഷമിക്കുന്നത് കണ്ടാൽ, അവർക്ക് ഭക്ഷണമില്ല എങ്കിൽ അവരെ നീ സഹായിക്കേണ്ടത് നിൻ്റെ നിർബന്ധിത ബാധ്യതയാണ്, അഥവാ ഫർള് കിഫയാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ അവൻ്റെ കുടുംബമോ അവൻ്റെ സമൂഹമോ അവൻ്റെ മറ്റ് എന്തിനേക്കാളും ഉപരി ആ ശത്രു മിത്രമാവുകയും അതിലൂടെ അവൻ ഈ ചെയ്ത വ്യക്തിയെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ശത്രുവായി കണ്ടവനോട് വലിയ സ്നേഹമുണ്ടാവുകയും അവൻക്കൊരാപത്ത് വന്നാൽ ഈ വ്യക്തി തൻ്റെ കുടുംബത്തെക്കാളും തൻ്റെ ഉറ്റവരെക്കാളും തൻ്റെ സമൂഹത്തെക്കാളും ഈ സഹായിച്ച മുസ്ലിമിനെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന ആ ഒരു പ്രകൃതി നിയമം അഥവാ മനസ്സാക്ഷി, അത് ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ഇത് മതപണ്ഡിതന്മാർ തിരിച്ചറിയുക. അതുപോലെ ഇങ്ങോട്ടാക്രമിക്കപ്പെടുമ്പോൾ മാത്രമാണ് നാം തിരിച്ചാക്രമിക്കപ്പെടാനുള്ള നമുക്കതിനുള്ള യോഗ്യതയുള്ളൂ. അല്ലാതെ സമാധാനപരമായിരിക്കുന്ന ഒരു സമൂഹത്തെ അങ്ങോട്ട് പോയി ആക്രമിക്കപ്പെട്ടാൽ അവർ തീർച്ചയായും ഒരു റിയാക്ഷൻ ഉണ്ടാവും. എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് ന്യൂട്ടനെക്കൊണ്ട് പറയിപ്പിച്ച അല്ലാഹു ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, സാങ്കേതികവിദ്യയുടെ മികവിൻ്റെ ഉദാഹരണമാണ് ഈ പ്രപഞ്ചമെന്ന ആ സത്യം നാം ഉൾക്കൊള്ളുക. അതിൽ ശാസ്ത്രമുണ്ട്, സാങ്കേതികവിദ്യയുണ്ട്, കലയുണ്ട്, സംഗീതമുണ്ട്, പുഷ്പങ്ങളുണ്ട്, സുഗന്ധങ്ങളുണ്ട്, എല്ലാവിധ നന്മകളും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു വളരെ ഭംഗിയായി തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം നന്മകളെ നാം പിന്തുടരുക. തിന്മ നൽകുന്ന പിശാചിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു സന്ദേശം നാം മക്കയിൽ പോകുമ്പോൾ ആ മക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത് അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുക തന്നെ ചെയ്യും. അത് എൻ്റെ കടമയാണെന്ന ആ ഇസ്ലാമിക സന്ദേശം നാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഈത്തപ്പനെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ അവിടെ പോയാൽ ഇസ്ലാമിനെ നാം പൂർത്തീകരിച്ച് വരിക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഈ ഒരു സന്ദേശമാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ നാം പോകുന്ന വ്യക്തികൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കഴിവും ശേഷിയും ആരോഗ്യവുമുള്ളവർ മാത്രമാണ് ഹജ്ജിന് പോകേണ്ടത്. അത്തരം ആളുകൾ പോകുക. വയോവൃദ്ധരായി ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം ആരോഗ്യമുള്ള സമയത്താണ്, അഥവാ ഏറ്റവും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ ഉംറയും ഹജ്ജും ചെയ്യുക. ഒരു വലിയ ജീവിത ക്രിയ തന്നെ അതിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. വലിയ ഒരു കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. ആ കഠിനാധ്വാനം ചെയ്യണമെങ്കിൽ ശാരീരികമായും മാനസികമായും നമുക്ക് ശേഷി ഉണ്ടാവണം.
അത് ഉണ്ടാവുക നമ്മുടെ യൗവനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം നാം പ്രാവർത്തികമാക്കുക ജീവിതത്തിൽ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം 1, 2, 3 ഒരുപക്ഷെ അങ്ങനെ 1, 2, 3 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻഷാ അള്ളാഹ് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.